ലോകത്തിൻ്റെ 5 വൻകരകളിൽ ആ കാലഘട്ടത്തിൽ ഇവൻ ചിതറി. ഇനി അടുത്ത വാക്യം കേട്ടോണം. 1867 ഇസ്രയേലിൻ്റെ മടങ്ങിവരവ്. അത്തിതളിർത്ത കഥ. 1867 ഈ ഫ്രാൻസിൽ ഒരു മിലിറ്ററി കോൺഫറൻസ്. ആ മിലിറ്ററി കോൺഫറൻസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു ചെറുപ്പക്കാരൻ, യഹൂദ വക്കീല തിയോഡർ ഹെർസൺ. ഈ മിലിറ്ററി കോൺഫറൻസ് നടക്കുമ്പോൾ രാവിലെ പട്ടാളക്കാരുടെ മാർച്ച് പാസ്റ്റ്, നമ്മുടെ നവകേരളയിൽ ഇപ്പം രാവിലെ മന്ത്രിമാർ നടക്കുന്ന പോലെ മാർച്ച് പാസ്റ്റ്, യവൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊരു ലോഡ്ജിൻ്റെ മേളിലിരുന്ന 867 രാവിലെ ഈ മാർച്ച് പാസ്റ്റ് ഫ്രാൻസിൻ്റെ പട്ടണത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നത്? പിറകിൽ കിടന്ന് നടന്നു പോയ 2 കമാൻഡർമാർ ഫ്രാൻസുകാർ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എടുത്തിട്ട് അടിച്ചു കൊല്ലുന്നു. ഇവൻ ഈ കെട്ടിടത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഓടി ചെന്നിട്ട് പറഞ്ഞു, അവർ കമാൻഡർമാരിൽ എന്തിനാ കൊല്ലുന്നേ? അപ്പൊ ഫ്രാൻസിലെ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്മാർ ആരാണെന്നറിയാമോ? യേശുവിനെ ക്രൂശിച്ചവരാ, യഹൂദന്മാരാ. അതുകൊണ്ട് എവരെ കൊന്നാൽ ഞങ്ങൾക്ക് പുണ്യം കിട്ടും. സ്വോത്രം. തീർന്നില്ല, അടുത്തത് നിങ്ങൾ കേൾക്കണം. ബ്രിട്ടന്റെ മാർക്കറ്റിനകത്ത് യഹൂദന്റെ തലയറത്തിട്ട് അവന്റെ കൊഴുപ്പിനകത്തുനിന്ന് സൂപ്പുണ്ടാക്കി. മസാദ് കൂട്ടക്കൊല. ജയിലിനകത്ത് കിടന്ന സകല യഹൂദനെയും കൊന്നു. ഹിറ്റ്ലർ ഏറ്റവും വലിയ ചക്രവർത്തിയാ. 60 ലക്ഷം യഹൂദന്മാര് എവിടെ കൊണ്ടുപോയി? ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കോമ്പൗണ്ടിനകത്ത് കയറ്റി. ഭയങ്കര ചൂടായിരുന്നു. വെള്ളത്തിന് വേണ്ടി ടാപ്പ് തുറന്നപ്പോൾ ഗ്യാസാ കിട്ടിയത്. 60 ലക്ഷം യഹൂദന്മാരെ കൊന്നവനാ ഹിറ്റ്ലർ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അന്ന് അവൻ, ഈ ജേർണലിസ്റ്റ് തിയോഡർ ഹെർസൺ, ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം നേടിത്ത് കൊടുത്ത ചെറുപ്പക്കാരൻ, അവൻ റൂമിലോട്ട് വന്നിട്ട് പേപ്പറെല്ലാം വലിച്ചു കയറി ദൂരെ കളഞ്ഞിട്ട് അവൻ ദൈവത്തോട് നിലവിളിച്ച്, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ തന്ന മാർഗം ഞങ്ങൾ തെറ്റിച്ചിട്ട് പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് വേടിച്ച ശാപത്തിൽ ലോകത്തിലെ 5 വൻകരകളിൽ ഞങ്ങൾ ചിതറി അടിമേടിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് നീ തരണമേ. കരമുയർത്തുന്നവർക്കായി, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെ ഇറങ്ങിയെന്നറിയാമോ? ആ റൂമിനകത്തിറങ്ങി. അന്ന് അവനൊരു ബുക്ക് എഴുതി. കേട്ടോ, ആ ബുക്ക് യഹൂദ സംസ്ഥാനം, ജൂയിഷ് സ്റ്റേറ്റ്, സിയോൺ സംഘം എന്ന് പേരിട്ടു. 1867 ഈ ബുക്ക്. കേട്ടോ മക്കളെ, 30 വർഷം ലോക രാജ്യങ്ങളിൽ മുഴുവൻ, പ്ലെയിനില്ല, ട്രെയിനില്ല, കപ്പല അന്നുള്ളത്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഈ യഹൂദന്റെ ബുക്കെത്തി. 1897 കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. 897 സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അതിൻ്റെ മീറ്റിങ്ങിൻ്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ചില സ്ഥലത്തെ യഹൂദന്മാർ ചെന്നിട്ട് അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ പീലാത്തോസിൻ്റെ അരമനയിൽ മേടിച്ച ശാപം തലമുറകളായ തലമുറകൾ ഞങ്ങൾ പേറുന്നു, തെറ്റിപ്പോയി. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? അന്ന് അവരൊരു മൂവ്മെന്റ്, പ്രാർത്ഥനാ മൂവ്മെന്റ് നേതൃത്വം കൊടുത്തു. ആ മൂവ്മെന്റിന്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെന്റ്. ആ സിയോണിസ്റ്റ് മൂവ്മെന്റിനകത്ത് ഒരു കാര്യം സംഭവിച്ചു. ഒരുത്തനെ അതിന്റെ പ്രയർ ലീഡറാക്കി. അവന്റെ പേരാ യഹൂദനായ റഷ്യയിൽ പൗരത്വമുള്ള ശാസ്ത്രജ്ഞൻ ചിയ വൈസ്മാൻ. അവനെ ഇതിന്റെ നേതാവാക്കി. അപ്പോൾ ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുവാൻ ഒരു പ്ലാൻ അതിന്റെ നടുവിൽ കൊടുത്തു. അതിന്റെ പേരാ 1-ാം ലോക മഹായുദ്ധം. ഇസ്രയേലിന്റെ മടങ്ങി വരവ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും. ഇനിയുള്ള കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ കഥ കേൾക്കുന്ന കാര്യം എന്നറിയാമോ? പറഞ്ഞു തരാം. അന്നേ 1910 കറക്റ്റ് ആയിരിക്കണം ബൈബിളും പ്രവചനവും. 1910 ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് സെർബിയ. സെർബിയയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നു. ഓസ്ട്രിയയിൽ രാജാവിൻ്റെ പേര് ഫെർഡിനൻഡ്, ഭാര്യയുടെ പേരെന്താണെന്നറിയാമോ? സോഫിയ. ഇവർ രണ്ടുപേരോട് ഒരു വാഹനത്തിനകത്ത് എക്സിബിഷൻ കാണാൻ പോയി. കഥ കേൾക്കണം. 1-ാം ലോക മഹായുദ്ധം. അവർ ബോർഡറിലെത്തിയപ്പോൾ അവരുടെ കാറിൻ്റെ മേളിൽ ഒരു കല്ല് വീണു. ഡ്രൈവറിൻ്റെ അപ്പുറത്ത് അംഗരക്ഷകനിരുന്നു. അംഗരക്ഷകൻ ഈ കല്ലേറിൽ കുഴഞ്ഞുപോയി. അവൻ മരിച്ചു. അവൻ്റെ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടുപോയി സെർബിയയിൽ. ഈ അംഗരക്ഷകനെ ആശുപത്രിയിൽ കയറ്റി
ആശുപത്രി കയറ്റിയിട്ട് രാജാവ് പുറത്ത് നിന്നപ്പോൾ ഒരു പടയാളി വന്ന് ഫെർഡിനൻഡ് രാജാവിനെ കുത്തിക്കൊന്നു. ലോകം രണ്ട് ചേരിയിലായി. കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും. ഒന്ന്, ബ്രിട്ടൻ ആരോടെ ചേർന്നു? ഓസ്ട്രിയയോടെ ചേർന്നു. ജർമ്മനി സെർബിയയോടെ ചേർന്നു. ആദ്യം പടലപ്പിണക്കം 1914 ഒന്നാം ലോകമഹായുദ്ധം. ലോകം രണ്ട് ചേരിൽ. സംഭവം നിസാരം. സെർബിയയിൽ എക്സിബിഷൻ കാണാൻ പോയ ഓസ്ട്രിയയുടെ ചക്രവർത്തിയായ ഫെർഡിനൻഡിന്റെ അംഗരക്ഷകന്റെ മേൽ ഒരു കല്ല് വീണു. ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി മരിച്ചു. കാത്തു നിന്ന രാജാവിന്റെ നെഞ്ചത്ത് സെർബിയയുടെ പടയാളി കുത്തിയിറക്കിയ കത്തിയാൽ ലോകം രണ്ട് ചേരിയിൽ മാറി. 1914 മുതൽ യുദ്ധം തുടങ്ങി. ഇതാ ഇസ്രയേലിന്റെ മടങ്ങി വരവ്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. 1914 മുതൽ 17 വരെ യുദ്ധമാ തുടങ്ങുക. ആ സമയത്ത് ബ്രിട്ടൻ ആയുധം കിട്ടിക്കൊണ്ടിരുന്ന ചിലിയിൽ നിന്ന് കടൽ വഴി. പക്ഷെ ജർമ്മനിയുടെ കപ്പൽപ്പട കടൽ മുഴുവൻ നിരന്ന് കിടക്കുക. ബ്രിട്ടനിൽ ആയുധമില്ല. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ടുപോകാനും മാർഗമില്ല. കടൽ കപ്പൽപ്പട. അന്നത്തെ സംഭവം കേൾക്കണം. എന്താ അന്നത്തെ സംഭവം എന്നറിയാമോ? ബ്രിട്ടന്റെ ഭരണാധികാരികൾ: ഒന്ന്, ആ ബ്രിട്ടനിലെ ചക്രവർത്തി ഡേവിഡ് ലോയൻ ജോർജ്. രണ്ട്, ഗവർണർ ആർതർ ബാൽബോർഡ്. അടുത്തത് കമാൻഡറിന്റെ പേര് ഡേവിഡ് അലൻബി. അവര് പറഞ്ഞു, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ തകരാറായി. അങ്ങനെയെങ്കിൽ ഇത് വീഴാൻ സാധ്യത. ആര് രക്ഷപ്പെടുത്തുവാൻ കഴിയും? അന്ന് ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ സിയോൻ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരുവനുണ്ട്, ചിയാം വൈസ്മാൻ. അവനെ നേരെ വിളിച്ചു കൊട്ടാരത്തിൽ: യഹൂദ, നീ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ ഞങ്ങൾക്കൊരു പദ്ധതി വെച്ച് തരണം. ഇനി എല്ലാവരും ബൈബിൾ എടുക്കുമ്പോൾ വാക്യം കേൾക്കണം. അന്ന് അവൻ കൊട്ടാരത്തിലേക്ക് വന്നു. അന്ന് എന്താ ചെയ്തത്? കടലിൽ കൂടെ ആയുധം കൊണ്ടുവരാൻ ജർമ്മനി സംഭവിക്കത്തില്ല. അവിടെ കപ്പൽ പട കിടക്കുക. 48 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തെ ഇല്ലാതാക്കും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അന്ന് സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് TNT, ട്രൈനൈട്രോ ടോളുവിൻ, ആറ്റം ബോംബിന്റെ അനിയനായ ട്രൈനൈട്രോ ടോളുവിനെ ആരുണ്ടാക്കിയെന്നറിയാമോ? ഗ്രനേഡ് ആരുണ്ടാക്കി? നമ്മുടെ ചിയാം വൈസ്മാൻ ഉണ്ടാക്കി. പക്ഷേ ഇത് സമുദ്രത്തിനകത്ത് കടത്തിവിടുവാൻ അവൻ്റെ കയ്യിൽ ഒരു മാർഗവും ഇല്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. എന്നാൽ അന്ന് അവൻ്റെ പരീക്ഷണശാലയിൽ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പ്രതിസന്ധികൾ നിനക്ക് നേരെ ആഞ്ഞടിക്കും, പ്രതികൂലം നിനക്ക് നേരെ ആഞ്ഞടിക്കും. രാജ്യം പറയും നീ തകരുമെന്ന്, പട്ടണം പറയും നീ തകരുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി പറയണം, യഹോവയുടെ പുസ്തകത്തിൽ കരമുയർത്തുന്നവർക്കായി, യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? അന്ന് ഈ ട്രൈനൈട്രോ ടോളുവിന് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38, 22, 23 വാക്യങ്ങൾ. ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കിടക്കുന്ന ഇയ്യോബിനോട് സ്വർഗം ചോദിക്കുക, ഇയ്യോബേ, നീ ഹിമത്തിന്റെ ഐസ് ക്യൂബിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? അടുത്ത വാക്ക്, കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും ഓരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഓരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു. അവന്റെ തലയ്ക്കകത്ത് ബുദ്ധിമണ്ഡലം പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചു. അതാ ഹിമത്തിന്റെ ഭണ്ഡാരം, ഐസ് ക്യൂബ് അവന് പിടികിട്ടി. സമുദ്രത്തിനടിയിൽ കൂടി ഈ മഞ്ഞുകട്ടയ്ക്കകത്ത് ട്രൈനൈട്രോ ടോളുവിൻ ഗ്രനേഡ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പ്രകടനം നടക്കുമ്പോൾ എറിയുന്നത് പോലെ എറിയുവാൻ ഇത് പ്ലാസ്റ്റിക് പേപ്പറിനകത്താക്കി അവൻ പൊതിഞ്ഞു. കേട്ടോ, 48 മണിക്കൂറേ ബാക്കിയുള്ളൂ ജർമ്മനിയുടെ കപ്പൽപ്പട ബ്രിട്ടനെ തകർക്കുവാൻ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ കരം എവിടെ? സ്വോത്ര 24 മണിക്കൂർ കൊണ്ട് ബ്രിട്ടനിലെ ഐസ് ഫാക്ടറി എല്ലാം ക്ലിയർ ആക്കി. ഐസ് ക്യൂബുകളില്ലാത്തെല്ലാം എന്ത് ചെയ്തു? പ്ലാസ്റ്റിക്കിന്റെ ഈ കവറിനകത്ത് ഗ്രനേഡ് വെച്ചു. ഈ ശാസ്ത്രജ്ഞൻ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ഒരു ബൈനോക്കുലർ സ്ഥാപിച്ചു. പടയാളികളോട് പറഞ്ഞു, വെള്ളത്തെ കൂടെ ഒഴുക്കി വിട്ടേക്കാൻ. റഡാറിനകത്ത് പോലും കാണാൻ പറ്റുമോ? ഐസ് ക്യൂബ് ഒഴുകി ജർമ്മനിയുടെ കപ്പൽപ്പടയുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്നത് പോലെ യഹൂദനായ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തെന്നറിയോ? കൈവച്ച് റിമോട്ടിനെ പൊട്ടിക്കാൻ തുടങ്ങി. സമുദ്രത്തിനകത്ത് ഗ്രനേഡ് പൊട്ടി. ജർമ്മനിയുടെ 8 കപ്പൽ പാടാ സമുദ്രത്തിനകത്ത് വീണു. ജർമ്മനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പരാജയപ്പെട്ടു, ബ്രിട്ടൻ ജയിച്ചു. കരമുയർത്തുന്നവർക്കായി ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ
മുമ്പിൽ യഹൂദന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിച്ച കരം, സ്വർഗത്തിലെ തിരുവചനം ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. സ്വോത്രം. ആരുടെ വചനമാ? ഇയ്യോബ്. ആരാ ഇയ്യോബ്? ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ, മിണ്ടുന്നില്ല. ആടുമാടുകൾ, 10 മക്കൾ എല്ലാം പോയി. അവസാനം എന്താ സംഭവിച്ചത്? ഒരോട്ട് കഷണമെടുത്ത് പരുക്കൾ ബാധിച്ച ശരീരം അവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൂടെ 3 കൊച്ചുപദേശിമാരുണ്ടായിരുന്നു. ഭാര്യ എലീഫസിനും ബിന്ദാദിനും അൽഫകാമും കുഴിമന്തി. പാവപ്പെട്ട ഇയ്യോബിന് പശുവിനെ കെട്ടുന്ന തൊഴുത്തിയിട്ടിരിക്കുക. സ്വോത്രം. അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ, കരമുയർത്തുന്നവർക്കായി ഒരുവൻ പൊടിമേൽ നിൽക്കും. ഇന്ന് രാത്രി അമ്മച്ചിമാരെ, സഹോദരിമാരെ, ഈ കൺവെൻഷൻ വന്നപ്പോൾ സാത്താനെ ഒരു വിസിറ്റ് വിസ എടുത്ത് ഉയരത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മത്സരിക്കുമെന്നല്ല, പിണറായി സഖാവിൻ്റെ നവകേരള സദസ് എന്തോ ആയെന്നല്ല, കരമന കളിക്കാവള വന്നോന്നല്ല, വിഴിഞ്ഞം ടെർമിനൽ ഓപ്പൺ ആയോന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറയുക. പ്രസംഗിക്കുന്നവരെ ലോകം മുഴുവൻ അറിയൂ, സ്റ്റേജിനകത്ത് പാടുന്നവരെ ലോകം മുഴുവൻ അറിയൂ, സഭയുടെ പ്രസിഡന്റിനെ സെക്രട്ടറിയെ സകലരും അറിയൂ. എന്നാൽ അമ്മച്ചി അപ്പച്ച കൺവെൻഷൻ്റെ ആദ്യ രാത്രി പാടാം, പായിട്ട് മുട്ടുമടക്കി ദൈവസന്ധിയിൽ കരയുന്ന നിന്നെ പറ്റി എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തുവാൻ കഴിയുക? പായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ പറ്റി സ്വർഗത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. ഇവിടെ പേരില്ലേലും, ഇവിടെ കമ്മിറ്റിക്കകത്ത് അംഗമല്ലെങ്കിലും, ഇവിടെ കുറെ കാശില്ലെങ്കിലും ആത്മാവിൽ ആരാധിക്കുന്നവനെ പറ്റി സ്വർഗത്തിനകത്ത് ഒരു ക്ലെയിമുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഈ രാത്രി കേട്ടോ. ഈ പടപടാ ഈ കപ്പലുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ യുദ്ധം വിജയിച്ചു. യുദ്ധം വിജയിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ആർതർ ബാൽഫോർഡ്, ഡേവിഡ് ലോയൻ ജോർജ്, അലൻബി യഹൂദ ശാസ്ത്രജ്ഞനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഒറ്റ ഒരുത്തനാ ഈ യുദ്ധം ജയിപ്പിച്ചത്, എന്തോ നിനക്ക് പ്രതിഫലം വേണം. എന്നെപ്പോലുള്ള ഉപദേശിമാരാന്ന് പറഞ്ഞ കൺവെൻഷൻ ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെല്ലും. അമേരിക്കയ്ക്ക് ഒരു വിസയും തരണം, അച്ചായ പറ്റുമെങ്കിൽ ഒരു കാറും തരണമെന്ന്. സ്വോത്രം. അതൊന്നുമല്ല. ആരാ പറഞ്ഞ്? സിയോൻ സംഘത്തിന്റെ ചിയാം വൈസ്മാൻ പറഞ്ഞൊരു കൊണ്ട്, സാറേ, ഞങ്ങളുടെ പിതാക്കന്മാർ ലോകത്തിൻ്റെ 5 വൻകരകളിൽ ചിതറിക്കിടക്കുമ്പോൾ ഒരു കോളനി പോലെ ഞങ്ങൾക്ക് കാലുകുത്തുവാൻ ഒരു സ്ഥലമില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ചവിട്ടിയ മണ്ണിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണം. കരമുയർത്തുന്നവർക്കായി ആ വിളംബരത്തിൻ്റെ പേരാ 1917 നവംബർ മാസം 12-ാം തീയതി ഈ ലോക ചരിത്രത്തിൽ ഒരു വിളംബരം വന്ന്, ആർതർ ബാൽഫോർഡ് വിളംബരം. സ്വോത്രം. അന്നാരാ ഇസ്രായേൽ ഫലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്ന ആരാന്നറിയാമോ? റോമിലെ ഈ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം. ഈ യഹൂദന്മാർ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ, ഞങ്ങളുടെ കുറച്ച് ഭൂമി തരണമെന്ന് യുദ്ധത്തിന് മുമ്പിട്ട്. അന്നേരം പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞ്, ഈജിപ്തിൽ കൂടെ വിടുകുന്ന നൈൽ നദി കറങ്ങി യെരുശലേമിൽ വന്ന അന്ന് നിങ്ങൾക്ക് ഭൂമി തരാമെന്ന്. സ്വോത്രം. അർത്ഥം, ഇവരെ കളിയാക്കി വിട്ടെന്ന്. ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി ഒരു വെടി പോലും വെക്കാതെ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ആദ്യത്തെ അത്തിച്ചടി കുഴിച്ചു വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം കൊടുത്തു. കൺവെൻഷൻ്റെ ആദ്യ രാത്രി പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. കരമുയർത്തുന്നവർക്കായി ആരൊക്കെ നിന്നെ വെട്ടിയാലും നിലത്ത് വേർക്കെട്ട് പഴകിയാലും നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ അത് പൊട്ടി പുറപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ 30 വർഷം യഹൂദന്റെ കണ്ണുനീരിന് മുമ്പിൽ ഒരു ബുക്കിലെറ്റുമായി അവർ കരഞ്ഞപ്പോൾ ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് ചിതറിയ യഹൂദന് മടക്കി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. രാഷ്ട്രം കിട്ടിയില്ല. പൗലോസ്ലീഹ, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി പറയണം, ഒരുവന്റെ കണ്ണീരും തിരുവചനവും ഒരു കൂട്ടം ജനം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ രാജാവ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണുനീരിന്റെ മറുപടിയായി യഹൂദനെ കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം,
നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. സഹോദരി, യഹൂദനെ പോലെ നിന്നെയും തള്ളിയിട്ടിരിക്കാം, പക്ഷെ നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ആരൊക്കെ നിന്നെ തള്ളിയാലും ഇയ്യോബിനോട് ചേർന്ന് ഈ രാത്രി 14:7-8-9 വായിക്കേണ്ട. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും കുറ്റി നിലത്ത് കെട്ടുപോയാലും വേർപഴകിയാലും കണ്ണീരിന്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളിർക്കും. ഇതാണ് ഇസ്രായേൽ 4 ഭാഗങ്ങളായി. 1 ബാബേൽ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീസ്, 4 റോം. ആരൊക്കെയാ? വെട്ടിൽ വെട്ടി, തുള്ളൻ തുള്ളി, വെട്ടുക്കിളി നറുക്കി, പച്ചപ്പുഴു അതിനെ നാക്കി. അതിൻ്റെ നടുവിൽ നിന്ന്, പ്രാർത്ഥനയുടെ നടുവിൽ നിന്ന് അവൻ എഴുന്നേറ്റെങ്കിൽ ഈ തലമുറയിൽ മരിച്ചവർ ഉയർക്കാറായി. ഒറ്റ വാക്യവും കൂടെ. 1910 മാരാമൺ കൺവെൻഷൻ. അന്നൊരു ഇംഗ്ലീഷുകാരൻ മിഷണറി വന്ന്, ജോൺ ടി വാക്കർ. 1910 ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: യഹൂദൻ എഴുന്നേൽക്കാറായി, നാഥന്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ. വായിക്കുന്നു യെസക്കേൽ പ്രവചനം 11-17 വാക്യങ്ങൾ വായിച്ചാട്ട്. ആകയാൽ നീ പറയേണ്ടത്, ആകയാൽ യെസക്കേലിനോട് സ്വർഗം പറഞ്ഞു, ഇതാ മാരാമൺ 1910 പ്രസംഗിച്ച പ്രസംഗമാ, യഹൂദൻ മടങ്ങി വരും. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് ശേഖരിച്ച്, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ശേഖരിച്ച് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമുയർത്തുന്നവർക്കായി അത്തി തളിർത്തു കൊമ്പിളതായി 1-ാം ഭാഗം. ഇന്ന് രാത്രി പൗലോസിനോട് സ്വർഗം അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരെ അംഗീകരിച്ച് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അത്തിച്ചെടി കുളിച്ചു വച്ചെങ്കിൽ താമസമിന ഇത് തളിർത്ത് പന്തലിക്കുമ്പോൾ ഒരു യുദ്ധം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അതിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിയെങ്കിൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരൊഴിച്ചു മാറ്റൽ നടക്കാൻ പോകുന്നു. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. കാവല്ലൂരെ, ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട 1-1.25 2 ഏകനാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ഇന്ന് രാത്രി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിന്റെ പേരേതാ? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 10 രൂപ കൊടുക്കാം. എവിടെ നിൽക്കാം? തമിഴ്നാട്ടുകാർ അരുമയാണ് ഹോട്ടൽ ഇരിക്കുന്നത്. അങ്ക ചപ്പാത്തി സാപ്പിടാം, ആ മസാല ദോശ, അതിനുശേഷം നല്ല വട, ഇതെല്ലാം കഴിക്കാം. ട്രെയിനിൽ കയറാൻ മുടിയാതെ. തമ്പാനൂരിൽ ചെല്ലുമ്പോൾ മേലത്തെ നില, നിങ്ങൾ തിരുവനന്തപുരംകാരാണ്, മുഴുവനോടെ യാത്ര ചെയ്യുന്നത്. അവിടെ കൗണ്ടറിൽ 4-5 പോം കാണും. പെൺകൊച്ചിന് എഴുതി കൊടുക്കും. തൃശ്ശൂർ വണ്ടിയപ്പോൾ പെൺകൊച്ച് പറയും 9:30 മുമ്പ് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ജയന്തി ജനതയുണ്ട്, സ്ലീപ്പർ വേണമോ, AC വേണോ? പെൺകുട്ടി പറയും ഈ ഒരു സ്ലീപ്പർ 190 മേടിക്കും. എഴുതും SLR 3 സീറ്റ് നമ്പർ 20. പണം മേടിക്കുമ്പോൾ ചോദിക്കും, കൊച്ചേ മൊബൈൽ നമ്പർ കൂടി ഞാൻ പറഞ്ഞേക്കാം. സ്വത്രം അപ്പം തന്നെ പണം മേടിക്കും. മൊബൈൽ നമ്പർ കീക്കി കൂക്കു. താഴെ വന്ന് 10 രൂപ കൊടുത്ത് അന്നായിൽ നിന്നൊരു ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കുമ്പോൾ ഒരറിയിപ്പ്, यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी से मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाറ്റ്ഫോം पर बन जाएगा. സന്തോഷമില്ലല്ലോ? അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ വരും കമ്പാർട്ട്മെൻറ്റുകൾ. അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ കീക്കി കൂക്കു റെഡിയാക്കിക്കോളാം. സ്വത്രം. അതുപോലെ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികത്ത് നിന്ന് പോകും. അല്ല, രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ പരിശുദ്ധാത്മാവിനെ അകത്തളത്തിൽ പ്രാപിച്ച ദൈവമക്കൾ പറയും, കാഹളനാദം മുഴങ്ങാറായി, എൻ്റെ കമ്പാർട്ട്മെന്റുകൾ വരുവാൻ കാലമായി. ഈ സത്യവചനം കേട്ടിട്ട് ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളെ മടങ്ങി വാ. പഴയ നിയമത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്താം. ശൗൽ കഴുതി അന്വേഷിച്ച് പോയവന് ഇസ്രയേലിൻ്റെ രാജാവാക്കി മാറ്റി. എന്താ ചെയ്തത്? അവനൊരു കാര്യം ചെയ്തു. അവൻ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ടു. അവൻ്റെ മകൻ ഒരുവൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ യോനാഥാൻ. അപ്പൻ്റെ പാരമ്പര്യത്തിൽ ആ കുഞ്ഞും നിന്നു. ഗിൽബോറ പർവ്വത നിര, അവിടെ ഒരു സംഭവം നടന്നു, ഭയങ്കരമായ യുദ്ധം. ഈ മകൻ അവിടെ പട്ടുവീണു. ദാവീദിനെതിരെ കുന്തമെറിഞ്ഞ ശൗൽ അവസാനം
തൻ്റെ കയ്യിലിരുന്ന കുന്തമെടുത്ത് കഴുതെ അന്വേഷിച്ച് പോയ ശവൽ കുത്തി അവിടെ മരിച്ചു. ദാ കിടക്കുന്നു. തീർന്നില്ല. 2, പാരമ്പര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന മകനും തീർന്നു, അപ്പനും തീർന്നു. എന്നാൽ പഴയ നിയമത്തിൽ 3 അപ്പന്മാരുണ്ടായിരുന്നു: കോരഹ്, ദാഥാൻ, അബീരാം. അവർ ദൈവസഭയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ട് നിന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞ, അപ്പച്ചാ പള്ളിക്കെതിരെ നിൽക്കരുത്, യഹോവയുടെ ആലയത്തിനെതിരെ മറുതലിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധി താങ്കൾക്ക് നേരെ വരും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇന്ന് രാത്രി കേൾക്കണോ? കോരഹിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പച്ചന്മാരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ല. ഈ കുഞ്ഞുങ്ങളെ മലയാളത്തിൽ ഒരു ഭാഷയിൽ ഞാൻ വിളിക്കും, കൊണപ്പെടാത്ത അപ്പൻ്റെ കുണം പിടിച്ച മക്കൾ. സ്വോത്രം സ്വോത്രം. അവർ മാറി നിന്നു. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്: കാവല്ലൂർ ദൈവസഭ ഞങ്ങൾ കേറിയില്ലേലും വേണ്ടിയല്ല, വാതൊക്കെ നിന്ന് ഒരു ഹല്ലേലൂയ പറയുവാൻ സ്വർഗമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി യോനാഥാൻ പാരമ്പര്യത്തിന്റെ പടുകുഴിയിൽ അപ്പന്റെ കൂടെ ചേർന്നപ്പോൾ ഗിൽബോറ പർവ്വതനിരയിൽ അവൻ പട്ടുപോയി. അപ്പന്റെ പാരമ്പര്യം വിട്ട് ഉയരത്തിലേക്ക് നോക്കി. പള്ളിക്കകത്ത് കയറിയില്ലെങ്കിലും പുറത്ത് നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ ആ കുഞ്ഞുങ്ങൾ പദ്ധതി വച്ചപ്പോൾ സങ്കീർത്തന ഭാഗം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ആലയത്തിനോട് മറുതലിച്ച ദാഥാൻ, അബീരാം, കോരഹ് ഭൂമി നെടുകെ പിളർന്ന് വിഴുകിക്കളഞ്ഞു. ഇന്ന് രാത്രി എന്താ വചനം? വഴിയിൽ വച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പീൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കണ്ടോ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം. ഇന്ന് രാത്രി മൃത്യു പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാക്ഷിച്ചിരുന്ന് കാത്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും മരണം പിടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വണ്ടി ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് എൻ്റെ ഒരു പഴയ സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ കാനം ചേട്ടനും യാത്രയായി. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം, തൊഴിലാളിയായാലും മരണം, മുതലാളിയായാലും മരണം. മക്കളെ, എന്നാൽ ഇന്ന് രാത്രി പറ, മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആ രക്ഷിതാവായി സ്വീകരിക്കും. അവനൊരു പ്രത്യാശയുണ്ട്. കപ്പക്കാലയിൽ മരിക്കാം, കവലയിൽ മരിക്കാം, പ്രസംഗ സ്ഥലത്ത് മരിക്കാം, കോവിഡ് ബാധിച്ച് മരിക്കാം, ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് മരിക്കാം. പക്ഷേ മരണത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് വന്ന് ഗംഭീരനാദത്തിൽ മാടി വിളിക്കുവാൻ ചേതനയറ്റ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്നപ്പോൾ ആ ഗംഭീരനാദത്തിൽ മനുഷ്യൻ ഉയർത്തു. ലാസർ ഉയർത്തതുപോലെ ഒടുക്കലത്തെ കാഹളത്തിങ്കൽ അവന്റെ ശബ്ദത്തിൽ മനുഷ്യർ ഉയർക്കുവാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലോകരാജ്യം അസ്തമിക്കാറായി. നാഥന്റെ വരവ് ഇവിടെ സംഭവിക്കുവാൻ കാലമായി. പൗലോസിനോട് ചേർന്ന് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. അത്തിച്ചെടി കുഴിച്ചു വച്ചതേ ഉള്ളൂ. ഈ തലമുറയിൽ കർത്താവ് വരും. ബാക്കി ഭാഗങ്ങൾ നാളെ രാത്രി. ഇന്ന് രാത്രി ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത കാവല്ലൂരിൽ വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ബ്രദർ സിസ്റ്റർ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി തീർന്ന യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വരാറായി. One more time, the first day. Are you watching on media? Otherwise heard this voice at anywhere staying your house or your vehicle in terrace. All my brothers and sisters, all my fathers and mothers, my children, this is the last moment. At everything possible for an endurable war. The war is hidden in this world.
ആ ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ് യേശു പോയപ്പോൾ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും.